ആരാണ് ഈ നമ്പർ 1? എൻ്റെ ഒരു നോളജ് പ്രകാരം ഇറ്റ് ഇസ് എ കോഡ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഞാൻ അബ്സ്കോണ്ടിങ് മനഃപൂർവ്വം വോളണ്ടറിലി ഞാൻ പോയതല്ലല്ലോ, എന്നെ അബ്സ്കോണ്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ എന്നെ ഈ ലോകത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണെന്ന് സ്വാഭാവികം നമുക്ക് ചിന്ത വരും. യുവർ ഫാമിലി ഈസ് ഗോയിങ് ബാക്ക് ടു കേരള. സന്ദീപ് വിൽ ടേക്ക് മീ all the way to Bombay or Mumbai and from Mumbai to Nagaland. നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിന് വീണ്ടും ചൂടുപിടിക്കുകയാണ്. സ്വപ്ന സുരേഷിനെ ലോക്ക്ഡൌൺ സമയത്ത് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നത് കൊലപ്പെടുത്താനായിരുന്നുവെന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. സ്വപ്നയെ ബംഗളൂരു വരെ എത്തിക്കുന്ന സാഹചര്യത്തിൽ കൊല്ലാനായിരുന്നു പദ്ധതി. ഈ റൂട്ടുകൾ മുഴുവൻ പ്ലാൻ ചെയ്തത് നടപ്പാക്കിയതും ശിവശങ്കർ മുഖേന ADGP MR അജിത് കുമാർ ആയിരുന്നു. ഇവർ രണ്ടുപേരും എന്തിനാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തിരുന്നത് എന്നതും ആർക്കു വേണ്ടിയാണ് എന്നുമൊക്കെ സ്വപ്ന സുരേഷ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എല്ലാം ആ ഒന്നാം നമ്പർ വ്യക്തിക്ക് വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ശ്രീ TP നന്ദകുമാർ ആദ്യമേ പുറത്തുവിട്ട കാര്യമാണ് ഈ ഒന്നാം നമ്പർ വ്യക്തി അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അദ്ദേഹം വെറുമൊരു മുഖ്യമന്ത്രിയല്ല, മറിച്ച് അന്തർദേശീയ തലത്തിലുള്ള മാഫിയ തലവനാണെന്നും. ഇപ്പോഴിതാ സ്വപ്ന സുരേഷും ഇതേ കാര്യങ്ങൾ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയാണ്. അതെ, ആ ഒന്നാം നമ്പറുകാരൻ പിണറായിയാണ്. അയാളാണ് എന്നെ നശിപ്പിച്ചത്. അതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ ഇതൊക്കെയായിരുന്നുവെന്നും സ്വപ്ന പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ വമ്പൻ പദ്ധതികളെ കുറിച്ച് അറിയാതെയും കേൾക്കാതെയും പോകരുത്. ഇതാണ് നമ്മളുടെ മുഖ്യമന്ത്രി. ആരാണ് ഈ നമ്പർ 1? എൻ്റെ ഒരു നോളജ് പ്രകാരം ഇറ്റ് ഇസ് എ കോഡ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. Though it is not formally said, but പല പ്രാവശ്യവും ഫ്രം ശിവശങ്കർ സർ ഓർ ഫ്രം ഷാജ് കിരൺ ഓർ ത്രൂ അജിത് കുമാർ ദെൻ ADGP ഓഫ് വിജിലൻസ് അവർ വഴിയൊക്കെ ഐ ഹാവ് ഹേർഡ് ഒന്നാം നമ്പർ. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു നോളജ് വെച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബിക്കോസ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെട്ടതാണ്. ഈ ലോകത്ത് ജീവിക്കാൻ പോലും അധികാരമില്ലാത്ത രീതിയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും നശിപ്പിച്ച ഒരു സംഭവമാണിത്. അപ്പോൾ ഇപ്പോൾ ഓരോ കാര്യങ്ങളും A to Z വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഓരോ വഴിക്ക് തെളിഞ്ഞു വരും. അതിന് ഞാൻ മാത്രമല്ല, മറ്റുള്ളവർ ഇടപെട്ട് സത്യം തെളിഞ്ഞു വരുമ്പം ഐ എം സെയിങ് കർമ്മ ഇസ് ട്രൂ. കർമ്മ ഉണ്ട്. കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഇവിടെ തന്നെ അനുഭവിച്ച് തീർക്കണം. അതുകൊണ്ട് സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ ദുഃഖം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പോൾ പോലും എനിക്ക് എൻ്റെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാനോ ഒരു നല്ലൊരു പൊസിഷനിലിരിക്കാനോ ഒരു ജോലി ചെയ്യാനോ all that rights have been snatched away from me. It's taken away from me for life. So I am sad, but yes, to the people of Kerala, I have a commitment as a common woman. And to all the women out there, I have a commitment to show or to prove that what is right, what is truth. Because ഒരുപാട് പേര് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ടോർച്ചർ ചെയ്യുകയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒരു ഭയങ്കരമായൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ക്രിയേറ്റ് ചെയ്തു അക്രോസ് ദ വേൾഡ്. അത് പക്ഷേ പിന്നീട് മാറ്റം വന്നിട്ടുണ്ടല്ലോ. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം പിന്നീട്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ജനങ്ങൾ അറിഞ്ഞു വരുന്നതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല, ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടുമില്ല. ഇനി അറിയില്ല. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ഗോഡ്. ഓക്കെ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സമയത്താണ് താങ്കൾ അതിർത്തി കടന്ന് ബാംഗ്ലൂരുവിലേക്ക് വരുന്നത്. അന്ന് തന്നെ പലർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ ഒരു സമൂഹ മാധ്യമത്തിലൂടെ പോലും തുറന്നു പറയാൻ കഴിയാത്തത്ര ഭയമായിരുന്നു ജനങ്ങൾക്ക് പോലും. എങ്ങനെയാണ് ജനങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട്, എങ്ങനെയാണ് ആരുടെ സഹായത്താലാണ് അതിർത്തി കടന്ന് ബാംഗ്ലൂരിലേക്ക് വന്നത്? ഇറ്റ്സ് വെരി ടോർച്ചറിങ് ടു റീകോൾ ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഐ ടെൽ യു, ജൂലൈ 5 ഇത് മീഡിയ ബ്രേക്ക് ചെയ്യുന്നത്. ജൂൺ 30 മുതൽ ചാർജ് ദ അഫയേഴ്സ് മിസ്റ്റർ റാഷിദ് ഖമീസ് അൽ ഷമേലി എന്ന് പറയുന്ന ചാർജ് ദ അഫയേഴ്സിൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണിത്. പുള്ളിക്കാരൻ അന്നത്തെ PRO സരിത്ത് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട്
ഈ ബാഗേജ് തിരിച്ചു വിടാൻ വേണ്ടി ശിവശങ്കർ സാർ അടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഫൈനലി നത്തിങ് ഹാപ്പൻ, നത്തിങ് വർക്ക്ഡ്. അങ്ങനെ ജൂലൈ 5 ഈ ബാഗേജ് ഓപ്പൺ ചെയ്യാനുള്ള ഓർഡർ വന്നപ്പോൾ ഡിപ്ലോമാറ്റും PRO ഒക്കെ കസ്റ്റംസിൽ പോകുന്നു. ഞാൻ അന്നേരം എൻ്റെ വീട്ടിലുണ്ട്. ശിവശങ്കർ സാറുമായിട്ട് ഹെദർ ഹൈറ്റ്സിലായിരുന്നു മീറ്റിംഗ് ആയിരുന്നു. ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ആയിരുന്നു. എന്താണ് പറയേണ്ടത്, എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണം, എല്ലാ ബ്രീഫിങ്ങും തന്നിട്ട് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ പോവുകയും ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലോട്ടും വന്നു. വീട്ടിൽ വന്നതിന് ശേഷം I got a call from media and all those things, and then I got a bit panicky. What is actually happening? Because നമ്മളൊരു ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒഫൻസിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാനുള്ള വഴികളും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ. ബിക്കോസ് ഇത് ജൂൺ 30 മുതൽ നടക്കുന്ന സംഭവമാണ്. ഒരു സുപ്രഭാതത്തിൽ ജൂലൈ 5 പൊട്ടി ഉണ്ടായതല്ല ഈ പ്രശ്നം. എവറിബഡി വാസ് വർക്കിംഗ് ടുഗെദർ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് ഇഷ്യൂ. അപ്പോൾ ജൂലൈ 5 ഞാൻ സരിത്തിൻ്റെ പേരൻസിൻ്റെ അവസ്ഥ മോശമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അമ്മ ദേ ആർ ഓൾഡ്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി, എൻ്റെ മക്കളും എക്സ് ഹസ്ബൻഡും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി അച്ഛനും അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ബിക്കോസ് കസ്റ്റംസിൽ എന്താണ് നടക്കുന്നതെന്ന് ഐ എം ഓൾസോ നോട്ട് അവെയർ, ബിക്കോസ് സരിത്ത് ഇസ് ഔട്ട് ഓഫ് കണക്ഷൻ. ആൻഡ് ദെൻ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കസ്റ്റംസിൽ പോയി, ബിക്കോസ് എല്ലാവരെയും മൊഴിയെടുക്കാൻ വിളിക്കുന്നുണ്ട്. ഞാൻ കസ്റ്റംസിൽ പോയി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് I'll come back and I'm sure Sarith also will come back. ഇതാണ് നമ്മളുടെ ചിന്ത. ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന അഷ്യൂറൻസ്, ശിവശങ്കർ സാർ ആയാലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് തന്നിരിക്കുന്ന അഷ്യൂറൻസ് അതാണല്ലോ. നമ്മളൊരു ഓഫീസ് ബെയറർ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, വാട്ട് എവർ ഹാപ്പൻസ് വി ഹാവ് ടു ലിസൺ ടു ദെം, ഒബേ ദെം, ബിക്കോസ് ഇറ്റ്സ് അവർ ഡെയിലി ബ്രെഡ്. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു, ആരെങ്കിലും ഉണ്ടോ നമ്മളെ സഹായിക്കാൻ? ഇല്ല. അപ്പോൾ അന്ന് നമ്മൾ അവർക്കെതിരെ ഒരു സിസ്റ്റമിനെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കസ്റ്റംസിലോട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ശിവശങ്കർ സർ കോൾസ് ആൻഡ് ടെൽസ് മീ what is happening. I said I'm going to the customs because whatever I know, let me just say it out, because I don't want to get tortured unnecessarily. Appo he said no, I will be giving further directions to Sandeep, you just obey him and go accordingly and I'll get in touch with you later. ഇതാണ് സംഭവിച്ചത്. കസ്റ്റംസിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു പോയാനായിരുന്നു. പക്ഷെ അത് അനുവദിക്കാതെ എനിക്ക് അന്ന് ശിവശങ്കർ സാർ പറയണതിൻ്റെ അപ്പുറം എനിക്ക് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ബിക്കോസ് അത്രയും വിശ്വാസമായിരുന്നല്ലോ അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കലയിൽ പോയി, അവിടെ ഒരു റിസോർട്ടിൽ തങ്ങേണ്ടി വന്നു കുറച്ച് മണിക്കൂറുകൾ. ആ സമയത്ത് സന്ദീപ് നിരന്തരമായി ശിവശങ്കർ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം ടോട്ടലി ഐ ഡോണ്ട് നോ വേർ ഐ എം ഗോയിങ് ടു, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കൊണ്ടുപോകുന്നത് അറിയില്ല എന്ന് പറയുന്നു. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? എൻ്റെ ഹസ്ബൻഡ്, അല്ലാതെ മക്കളും സന്ദീപ് മാത്രം. എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കോൾസ് വരുന്നുണ്ട്. സന്ദീപ് ജനറലായിട്ട് പറയുന്നുണ്ട്, ADGP ദെൻ മറ്റേ MR അജിത് കുമാർ ശിവശങ്കർ സാറിന് റൂട്ടുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ കൊച്ചിയിലെത്തി, കൊച്ചിയിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെയാണ് ഒരു ഓഡിയോ ക്ലിപ്പ് ഇറക്കാൻ പറയുന്നു. ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനാണ്? അപ്പോഴത്തേക്കും എൻ്റെ ഫോൺസും എൻ്റെ മക്കളുടെ ഫോണും എല്ലാം നമുക്ക് വേൾഡ് ആയിട്ടുള്ള കണക്ഷനെ കട്ട് ചെയ്തു കംപ്ലീറ്റ്ലി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു തടസ്സവും ഇല്ലാതെ, ഇപ്പം നമ്മൾ നൈറ്റിൽ ഒരു ഡ്രൈവിന് പോകുമ്പം ശൂന്യമായ റോഡാണല്ലോ, അതേ ഫീലിംഗ് ആയിരുന്നു. വിത്ത് നോ ഹാസിൽസ്, നോ ഹേർഡിൽസ്, ഒരു ചെക്കിങ്ങോ ഒന്നുമില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു നമ്മളുടെ ട്രാവൽ ടു ബാംഗ്ലൂർ. ആൻഡ് ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് പാസ് എടുക്കേണ്ടി വന്നു, ബോർഡറിൽ നിന്നാണോ എനിക്ക് ഈ റോഡൊന്നും അറിയത്തില്ല. ഇവർക്ക് ഡയറക്ഷൻ കിട്ടുന്നുണ്ട്. ശിവശങ്കർ സാർ ഇസ് ആക്ച്വലി കോളിംഗ് ആൻഡ് സെയിങ് ഈ റോഡ് എടുക്കുക, ആ റോഡ് എടുക്കുക, ബിക്കോസ് സന്ദീപ് വാസ് ഡ്രൈവിംഗ് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ഈ പാസ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഈ പാസിൽ 4 പാസഞ്ചേഴ്സിൻ്റെ പേരേ ഉള്ളൂ. എൻ്റെ 2 മക്കളുടെ ഒരാളുടെ പേരില്ല. എൻ്റെ 2 മക്കളുടെ പേര്, എൻ്റെ എക്സ് ഹസ്ബൻഡായ ജയശങ്കറിൻ്റെ പേര്, സന്ദീപിൻ്റെ പേര്, എൻ്റെ പേരില്ല. എന്തുകൊണ്ടാണ് താങ്കളെ ഒഴിവാക്കിയത് എന്നുള്ളൊരു ചോദ്യം ആ ഒരു സമയത്ത്, ആ ഒരു അവസ്ഥയിൽ ഐ എം നോട്ട് ഏബിൾ ടു ടോക്ക് ടു സന്ദീപ് ഓർ ആസ്ക് വാട്ട് ഇസ് ഹാപ്പനിങ്, ബിക്കോസ് മൈ ബ്രെയിൻ ഫ്രീസ്. I'm completely dead. I don't know what is actually happening, because ഞാനൊരു ഒഫൻസ് ചെയ്തെങ്കിൽ ഓക്കെ, എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ട്, I'll fight, ഞാൻ ചെയ്തതല്ലേ.
പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഓൾ ഓഫ് എ സഡൻ ഐ എം പുട്ട് ഇൻ ടു സംതിങ് ആൻഡ് ഐ ഡോണ്ട് നോ വേർ ആം ഐ ഗോയിങ് ടു. ആൻഡ് ദെൻ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും they said no, ഇവിടെ നിന്ന് your family is going back to Kerala. Sandeep will take me all the way to Bombay or Mumbai and from Mumbai to Nagaland. നാഗാലാൻഡിലേക്ക് പോകണം. Yeah. ഈ മുമ്പ് എപ്പോഴെങ്കിലും ശിവശങ്കറുമായിട്ടുള്ള സംസാരത്തിനിടയിൽ നാഗാലാൻഡ് കണക്ഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. എപ്പോഴും അദ്ദേഹം എൻ്റെ അടുത്ത് പറയാറുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പാക്കപ്പ് ചെയ്യേണ്ടി വരും. കേരളം അല്ല, കേരളം വിട്ട് ഒന്നി ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യുക, അതല്ലെങ്കിൽ രാജ്യം തന്നെ വിടുക. ദുബായ് ആണ് അദ്ദേഹത്തിന്റെ ഹബ്ബ്, UAE. And that will also benefit me because I was born and bred from Dubai or Abu Dhabi for that matter. So that will help me in taking life forward. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ ഒരു പ്ലാനിനെ കുറിച്ച് ശിവശങ്കർ സാർ എപ്പോഴും പറയുന്നത്, ബി റെഡി, ഏത് സമയവും we'll have to pack up because അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ശരി, രണ്ടാമത് നമ്മൾ ബാംഗ്ലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കളുടെ കുടുംബത്തോട് തിരികെ മടങ്ങി പോരാൻ പറയുന്നു. പിന്നീട് എന്തുണ്ടായി? I did not allow. I started creating havocs there because എനിക്ക് ആരുമായിട്ട് കണക്ഷൻ ഇല്ല. ശിവശങ്കർ സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല because he completely withdrew. എന്നിട്ടും I am not suspecting that. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ഓക്കെ, മേ ബി ബിക്കോസ് ഓഫ് എല്ലാവരും ട്രാക്ക് ചെയ്യപ്പെടുകയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ്. പക്ഷേ വാട്ട് ഐ ഡിഡ് ഇസ്, ബാംഗ്ലൂർ എത്തി നാഗാലാൻഡിൻ്റെ ഈ ഒരു സംഭവം കേട്ടതിന് ശേഷം ഇറ്റ് കെയിം ആസ് എ ഷോക്ക് because I know that my relationship with my ex-husband is not good. അതൊരു ടെമ്പററി അറേഞ്ച്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ നോക്കണ്ടേ? ഐ ആം എ റെസ്പോൺസിബിൾ മദർ. ഐ കനോട്ട് ലീവ് എ 17-year-old ഗേൾ ആൻഡ് എ ലിറ്റിൽ ബോയ് ഓൺ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഗോ സംവെയർ ആൻഡ് ദെൻ get disappeared or maybe I'll be even killed. Appa I told Jay Shankar, the ex-husband guy, to get SIM. I cannot move from the hotel room. Sandeep was literally torturing me. Appa he went and got a SIM card and a mobile. നമ്മൾ ആ നിന്ന ഹോട്ടലിൻ്റെ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്പേഴ്സ് ഒന്നും ബൈ ഹാർട്ട് അറിയില്ലല്ലോ, ഒന്നുമില്ല, നമ്മളുടെ കയ്യിൽ ഫോണില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ മകള് പുതിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് അവളുടെ ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു, കസ്റ്റംസിലോ എവിടെയെങ്കിലും ഒന്ന് വിളിച്ച് അറിയിക്കുക നമ്മൾ ട്രാപ്ഡ് ആണെന്ന്. ആൻഡ് ഐ തിങ്ക് ഇത് എങ്ങനെയോ ഒന്നി ജയശങ്കറോ ആരെങ്കിലും സന്ദീപിനോട് പറഞ്ഞ് സന്ദീപ് ശിവശങ്കർ സാറിനോട് പറഞ്ഞു കാണും. ആൻഡ് NIA comes all of a sudden and picks us up or arrest us. അതാണ് അവിടെ സംഭവിച്ചത്. But I made it a clear-cut point, or I made a decision for the first time after July 5th, was that I will not follow their instructions again. I need to get back. Whatever it is, we'll face. ഞാൻ അബ്സ്കോണ്ടിങ് മനഃപൂർവ്വം വോളണ്ടറിലി ഞാൻ പോയതല്ലല്ലോ, എന്നെ അബ്സ്കോണ്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ എന്നെ ഈ ലോകത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണെന്ന് സ്വാഭാവികം നമുക്ക് ചിന്ത വരും. അപ്പോഴൊന്നും ശിവശങ്കറിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ ചിന്തിച്ചിരുന്നില്ല സ്വപ്നത്തിൽ പോലും? ഇപ്പോഴും നോർമലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വൈ ഡിഡ് ഹി ഡൂ ദാറ്റ് എന്നുള്ളൊരു, വൈ ഡിഡ് ഹി ചീറ്റ് മീ, വാട്ട് റോങ് ഡിഡ് ഐ ഡൂ ടു ഹിം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പക്ഷേ ഹി ഹാസ് ടോൾഡ് മീ very clearly, ഈ സ്പ്രിങ്ക്ലറിൻ്റെ ഒക്കെ ഇഷ്യൂ വന്നപ്പോൾ he used to confess a lot. Sometimes he was also used as a scapegoat by the chief minister. അപ്പോൾ he used to confess over a drink and all that. He used to confess and used to tell me, I am being treated sometimes as a scapegoat, but I am madly in love with this chief minister because from him only I have understood that he was never a communist guy. He was actually into BJP or something of that sort. But when in 2016, when the chief minister took him as his secretary and started working for the chief minister, Shiv Shankar sir lost all his senses. Because one after the other, paddadi, inganta karyangalil, he started getting involved and he became very powerful in the whole of Kerala. He became very, very powerful. അപ്പം ഈ പവറും പണവും എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലൈക്ക് ഡ്രഗ്സ്. വൺസ് യു ഗെറ്റ് അഡിക്റ്റഡ് ടു ഇറ്റ്, യു ആർ അഡിക്റ്റഡ് ഫോർ എവർ. ദാറ്റ് ഈസ് വാട്ട് മെയ്ഡ് ഹിം ഡൂ സോ. അപ്പം സത്യം പറഞ്ഞ വേദനയുണ്ട്,
ഞാനൊരു ദ്രോഹം ആൾക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് അവർക്കെതിരെ പ്രവർത്തിക്കാനോ തുറന്നു പറയാനോ ആരോടോ പറയാ? പോലീസിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? പോലീസിനെ കൺട്രോൾ ചെയ്യണ ആരാ? ഇദ്ദേഹം തന്നെയാണ്.